വാർത്തയിലേക്ക് വിശദമായി. ഷിരൂരിൽ കാണാതായ മലയാളി അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തി. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലാണ് ജാക്കി കണ്ടെത്തിയത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, അർജുന്റെ തെരച്ചിലിൽ വളരെ നിർണായകമായ വിവരമാണ് അവിടെ നിന്നും പുറത്തുവരുന്നത്. ഇത് അർജുന്റെ ലോറിയുടേത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇന്ന് ഈശ്വർ മാൽപ്പ ആയിരുന്നു പുഴയിൽ ഇറങ്ങിയത്. മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലാണോ ഇത് കണ്ടെത്തിയത്? തീർച്ചയായും അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ മൽപ്പയുടെ തെരച്ചിലിൽ ഇത്തരത്തിലൊരു ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അർജുന്റെ ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് ബെൻസ് വാഹനം വാങ്ങുമ്പോൾ ഈ ലോറിയുടെ കൂടെ വന്ന ജാക്കിയല്ല, താൻ പുതുതായി വാങ്ങിയ ഒരു ജാക്കി എന്നാണ് പറഞ്ഞത്. ഇതേപോലത്തെ മറ്റൊരു ജാക്കി കൂടി ഈ വാഹനത്തിൽ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിർണായകമായ ഒരു വസ്തു തെളിവാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ 5 or 6 തടിക്കഷ്ണമാണ് 6 കിലോമീറ്റർ അകലെ നിന്നും കിട്ടിയതെങ്കിൽ ലോറി അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയ അതേ സ്ഥലത്ത് നിന്നും അതിന് തൊട്ട് സമീപത്തായി നിന്നും ഇപ്പോൾ ജാക്കി കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. രേണുക, ഇതിപ്പോൾ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ നടക്കുന്ന സ്ഥലമാണ്, ഇടമാണ്. അവിടെ നമുക്കിപ്പോൾ കാണുന്ന 6 മൺകൂനകൾ, ആ 6 മൺകൂനകളിൽ 4ാമത്തേത് നമുക്ക് നീല റിബൺ വെച്ച് മാർക്ക് ചെയ്തത് കാണാം. അവിടെയാണ് ലോറി ഉണ്ട് എന്ന് മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ ഉൾപ്പെടെ നടത്തിയ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലം. പ്രധാനമായും ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇനി തെരച്ചിൽ നടത്തേണ്ടത്. അതിന് സമീപത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിർണായകമായ തെളിവ്, അതായത് ജാക്കി കിട്ടിയിരിക്കുന്നത്. അത് അർജുന്റെ ലോറിയുടേതാണെന്ന ഒരു സ്ഥിരീകരണവും മനാഫ് നൽകിയിരിക്കുന്നു. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും മൽപ്പയുണ്ട്. വലിയ പ്രതീക്ഷ തന്നെയാണ്. വലിയ പ്രതീക്ഷ നൽകുന്ന വിവരമാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാകുന്നു മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴയിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത്തരം നിർണായകമായ ഒരു വിവരം ലഭിക്കുന്നു എന്ന് പറയുന്നത് വലിയ ആശ നൽകുന്നതാണ്. എവിടെ നിന്നാണ് ഈ വാഹനത്തിന്റെ ജാക്കി കിട്ടിയത്? തെരച്ചിലിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? അവിടം കേന്ദ്രീകരിച്ച്, ഈ ജാക്കി കിട്ടിയെന്ന് കരുതുന്ന ആ ഇടം കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ കൂടുതൽ തെരച്ചിൽ നടക്കുന്നത്? അതെ രേണുക, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത്, അതായത് നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന മാർക്ക് 4 തൊട്ടടുത്ത് നിന്നാണ് ഇപ്പോൾ ജാക്കി ലഭിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും മാൽപ്പയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നത്. എന്തായാലും 3 വട്ടം അദ്ദേഹം തിരച്ചിൽ നടത്തി. അതിൽ 3ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ജാക്കി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കരയിലേക്ക് എത്തിക്കുകയും പിന്നീട് ലോറി ഉടമ മനാഫ് അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പുഴയുടെ ഒഴുക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, മാൽപ്പയെ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും മുകളിലേക്ക് വന്നിരുന്നത്. എന്തോ വസ്തു അവിടെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ എന്ന് ഒരു സംശയം നമുക്കുണ്ട്. ഇതാണ് ഇപ്പോൾ മാൽപ്പ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം വീണ്ടും തെരച്ചിൽ നടത്തുന്ന ദൃശ്യം. ഇതേ സ്ഥലത്തു നിന്നാണ് ആ ജാക്കി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വസ്തു ഉള്ളതുപോലെ കാണുന്നു. ഏതായാലും അത് വ്യക്തമാകേണ്ടതുണ്ട്. എന്നാലും ഈ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ആ ലോറിയുടെ, നമ്മുടെ അർജുന്റെ ലോറിയുടെ ജാക്കി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇത്. കാരണം ഇപ്പോൾ തിരച്ചിൽ ഇന്ന് ലോറിയുടെ ഒരു വസ്തു തന്നെയാണ് മുകളിലേക്ക് വെള്ളത്തിലേക്ക് അത് കയറ്റുന്നുണ്ട്. പ്ലൈവുഡ് പോലെ ഉള്ള ഒരു വസ്തു ആണെന്ന് തോന്നുന്നു. ഏതായാലും അതും ഇപ്പോൾ കരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും നിരവധി വസ്തുക്കളാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്തു നിന്നും ലോറിയുടെ വസ്തുക്കളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായ തിരച്ചിൽ തന്നെയാണ്. വളരെ നിർണായക മണിക്കൂറിലാണ് ഷിരൂരിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ലോറിയുടേതെന്ന് കരുതുന്ന വസ്തുക്കൾ അവിടെ നിന്ന് ലഭിക്കുന്നു. ഏറ്റവും പ്രധാനം ബെൻസ് ലോറിയുടേത്, ട്രക്കിന്റേതെന്ന് കരുതുന്ന ജാക്കി അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നു. അത് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. ബൈജു, ഇതിപ്പോൾ മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് കരയിലേക്ക് കൊണ്ടുവന്ന് അത് മനാഫിനെ കാണിച്ചിരിക്കണം. ഈ ജാക്കി അത് വാഹനത്തിൽ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? ഈ വാഹനം തകർന്നിട്ടുണ്ടാകുമോ? ഇങ്ങനെ ഓരോ പാർട്സ് ആയിട്ട് പുറത്തുനിന്ന് ലഭിക്കണമെങ്കിൽ തകർന്നിട്ടുണ്ടാകുമെന്നാണോ കരുതുന്നത്? എന്താണ് മനാഫ് ഇതിനു ശേഷം ബൈജുവിനോട് സംസാരിച്ചുവെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ?
രേണുക, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതാ ഇപ്പോൾ ഒരു ലോറിയുടേത് ഒരു വസ്തു കൂടി കിട്ടിയിരിക്കുന്നു. എനിക്ക് സംശയം സൈലൻസർ പോലുള്ള ഒരു സാധനമാണ് അത്. ആ വസ്തുവും കൂടി മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും നിരവധി ലോറിയുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രേണുക സൂചിപ്പിച്ചതുപോലെ ഈ ജാക്കി കമ്പനി നിർമ്മിതമല്ല, അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് മനാഫുമായി ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് ഇവർ പുറമെ നിന്നും വാങ്ങിയ ഒരു ജാക്കിയാണ്. ആ ജാക്കി അതുകൊണ്ട് ചിലപ്പോൾ തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു വസ്തു നമുക്കിപ്പോൾ ഈശ്വർ മൽപ്പയെ നമുക്ക് സമീപം ഇപ്പോൾ കാണാം. ഇവിടെ കരയോട് ചേർന്ന് കാണാം. അദ്ദേഹം ആ തിരച്ചിൽ വീണ്ടും തുടരുകയാണ്. എന്തായാലും ആ രക്ഷാദൗത്യം ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങൾ, തെളിവുകൾ ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ 29 ദിവസമായി കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം ഇന്ന് തന്നെ ലഭിക്കുമോ? അതല്ല പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിൽ, വലിയ തോതിലുള്ള സന്നാഹങ്ങൾ അടങ്ങിയ തെരച്ചിൽ നാളെ ഉണ്ടാകും, ഇനി നാളത്തേക്കായിരിക്കുമോ? അതൊക്കെ ഏതായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹം വളരെ സാഹസികമായാണ്. കാരണം ഇതിന്റെ അടിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ അപകടത്തിൽ മരിച്ച അദ്ദേഹം ചായക്കട നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ചായക്കടയുടെ ഇരുമ്പ് ഷീറ്റുകൾ, ഒപ്പം മുകളിൽ നിന്നുള്ള ടവറിന്റെ കുറെ ഭാഗങ്ങൾ, അത് മാത്രമല്ല അത്തരത്തിൽ നിരവധി വസ്തുക്കൾ, ചെളിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തോടുകൂടിയുള്ള തെരച്ചിലാണ്. ഇപ്പോൾ നിലവിൽ മാൽപ്പ ഒറ്റയ്ക്കാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നതെങ്കിൽ നാളെ 6 പേരടങ്ങുന്ന സംഘം ഒരേ സമയത്ത് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുമെന്നാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെ ശിരൂർ കടന്നു പോകുന്നത്. ഇപ്പോൾ മാൽപ്പയെ പുറത്തേക്ക് വരുന്ന ദൃശ്യം നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ തിരച്ചിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമോ? അത് അദ്ദേഹം പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അവിടെ അദ്ദേഹത്തിന് നടന്ന് പുറത്തേക്ക് വരാൻ പോലും കഴിയാത്ത രീതിയിൽ അദ്ദേഹം അവിടെ വീഴുന്ന ഇതൊക്കെ നമുക്ക് നേരിട്ട് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. എന്തായാലും അവിടെ ചെളിയിൽ അദ്ദേഹത്തിന്റെ കാല് പൂണ്ടിരിക്കുന്ന ഒരു സഹായിക്കാനായി ഒരാൾ അപ്പുറത്തുനിന്ന് വരുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അത്തരത്തിൽ വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് മാൽപ്പെ ഏറ്റെടുത്തതെന്ന് വേണം നമുക്ക് പറയാൻ. അദ്ദേഹം വീണ്ടും മുകളിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. താൽക്കാലികമായി ഇന്നത്തെ തിരച്ചിൽ നിർത്തിയോ എന്ന് ഒരു സംശയമുണ്ട്. അദ്ദേഹം ഏതായാലും തിരിച്ചു വരുന്നു. ഇന്ന് 4-5 തവണ ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിൽ തന്നെ വളരെ നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചത്. ലോറി ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന വളരെ നിർണായകമായ തെളിവുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ ഇവിടെ ഇത്തരത്തിൽ ഉണ്ടോ എന്ന പരിശോധന നടത്തേണ്ടതുണ്ട്. നാളെ കൂടുതൽ സംഘങ്ങൾ ഉണ്ടാവും. 6 പേരടങ്ങുന്ന മാൽപ്പെ വീണ്ടും താഴേക്ക് തന്നെ പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം വീണ്ടും പോകുന്നുണ്ട്. ദൃശ്യങ്ങൾ തന്നെ നമുക്ക് തത്സമയം ആ ദൃശ്യം, ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യം തന്നെ നമുക്ക് കാണാം. അദ്ദേഹം വീണ്ടും താഴെ ഇറങ്ങിയിട്ടുണ്ട്. കയറ് എന്തോ ഭാഗമാണെന്ന് തോന്നുന്നു. അദ്ദേഹം മുകളിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. എന്നാലും വളരെ നിർണായക മണിക്കൂറുകൾ തന്നെയാണ് ശിരൂർ ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചോദിച്ച ചോദ്യം, പുഴയുടെ അടിയൊഴുക്ക്, അതായത് 7 നോട്ട്സ് വരെ മനുഷ്യ സാധ്യമായ അല്ല തിരച്ചിൽ എന്ന നേവി പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി 2 നോട്ട്സിലേക്ക് ഇപ്പോൾ ഈ വേഗത എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ കാലാവസ്ഥ, വളരെ തെളിഞ്ഞ കാലാവസ്ഥ. മഴ കഴിഞ്ഞ 4 ദിവസമായി ഈ കൊങ്കൺ മേഖലയിൽ എവിടെയും ലഭിക്കാത്തത് വലിയ ആശ്വാസമായി. അത് പുഴയുടെ, അത് മാത്രമല്ല ചെളിയും നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു പുഴയെങ്കിൽ തെളിഞ്ഞ വെള്ളമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മാൽപ്പയെ ഇനിയും തിരച്ചിൽ നടത്താനാണ് സാധ്യത എന്ന് തോന്നുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇപ്പോൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്.